ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ നസാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിൻ്റെ സെറ്റപ്പൊക്കെ നമ്മൾ കുറച്ചും കൊണ്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ കാണിച്ചു തരാച്ചിട്ടാണ് നമ്മളെ കുറച്ച് മീൻ പുതിയത് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ കാണിച്ചു തരാമെന്നുള്ളൊരു വീഡിയോയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ കുറച്ച് പ്ലാൻസ്, നമ്മളെ പ്ലാൻസ് പറഞ്ഞാൽ പ്ലാന്റ് ആളല്ല കേട്ടോ, നമ്മൾ കുറച്ച് ഐഡിയാസ് നമ്മൾ കുറച്ച് പറഞ്ഞു തരാമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇനിയിപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വരുത്തുന്നത് അതൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, നമ്മുടെ പുതിയ ഫിഷസിനൊക്കെ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള നമ്മളെ വീടിൻ്റെ നേരെ മുകളിലത്തെ ഈ ഒരു റൂമിലായിട്ടാണ് കേട്ടോ. നമ്മളിങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ആകെ 3 ബേസിനിൽ മാത്രമേ ഫിഷസ് ഇരിക്കുന്നുള്ളൂ. പക്ഷെ ഇതിലുള്ളൊക്കെ അത്യാവശ്യം നല്ല മീനുകൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബക്കറ്റിലാണെങ്കിൽ ഇവിടെ നമ്മൾ ഇൻഫോസോറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അക്വേറിയം ഇവിടെ ഫ്രീ ആയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു ടാങ്കിലുള്ളത് നമ്മുടെ മോളിയുടെ ബേബീസാണ് കേട്ടോ. നമ്മൾ ഇതിൽ നിന്ന് മാറാനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഈ ഒരു ടാങ്കിലാണെങ്കിൽ നമ്മുടെ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷുകൾ എടുക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഈ ഒരു ടാങ്കിലാണെങ്കിൽ നമ്മളെ മോളീസ് തന്നെ വലിയത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പഴയ മാതിരി നമ്മുടെ പഴയ ടാങ്കൊക്കെ അവിടെ തന്നെ ഉണ്ട്. അതേമാതിരി അതിൻ്റെ ഫിൽറ്ററൊന്നും നമ്മൾ കറക്റ്റാക്കിയില്ല കേട്ടോ. പിന്നെ വേറെ നമ്മുടെ മീൻ വരുന്നത് നമ്മുടെ ടെറസിൻ്റെ പുറത്ത് ഭാഗത്ത് ആയിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഒരു ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏഞ്ചൽസ് ആട്ടോ, ബ്ലാക്ക് ഏഞ്ചൽസ് ആയിരുന്നു ഇതിൻ്റെ കറക്റ്റ് ബ്രീഡ് നെയിം എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഒരു 5 ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു ബ്രീഡിങ് പർപ്പസ് ആയിട്ടാണ് നമ്മൾ ഇവരെ ഇറക്കിയിട്ടുള്ളത്. ഇവരിപ്പോൾ ഒന്ന് റെഡിയായി വരാണ്ട്. ഇപ്പോൾ ഞാൻ കൊടുത്തിട്ട് ഏകദേശം 1 വീക്ക് ആയിട്ടുള്ളൂ. അതിൻ്റെ ഒരു ഉമ്മടിയും ഇതൊക്കെ ഉണ്ട് ഫുഡ് എടുക്കാൻ. പിന്നെ നമ്മുടെ മറ്റേ ടാങ്കൊക്കെ പഴയ മാതിരി അവിടെ അടിയിൽ തന്നെ ഉണ്ട്, നമ്മുടെ വാളനട്ട ടാങ്ക്. അപ്പോൾ അതൊക്കെ അവിടെ ഓക്കെയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇവിടെ ഒരു ടാങ്ക് സെറ്റ് ചെയ്യണുണ്ടോ. ഇതിൽ സിമെൻറ്റിൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നങ്ങ് ഈ ഒരു വാളിലോട്ട് നനവ് വന്നിട്ട് അവിടെ കേടരാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ നേരെ അടുക്കളയുടെ മുകളിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പം നേരെ അടിയിലോട്ടും നനവ് വന്നിട്ട് വാളൊക്കെ കിടന്ന് പോകാനും സാധ്യതയുണ്ട്. ഇപ്പം തന്നെ ഇവിടെ വെള്ളം നിൽക്കുന്നുണ്ട്, ഞാൻ അവിടെ അടച്ചു വെച്ചാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഭാഗം വൃത്തിയാക്കിയിട്ട് ഇവിടെ ഒരു 4-5 കല്ലും കൂടി വെച്ചിട്ട് നമുക്കിവിടെ ഒരു താർപ്പായി വെച്ചിട്ട് നമുക്കൊരു ടാങ്ക് സെറ്റ് ചെയ്യാമെന്നുള്ളൊരു രീതിയിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ നേരെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലോട്ട് തന്നെ കയറാം. നമുക്ക് കയറി കഴിഞ്ഞാൽ ബ്രീഡിങ് കേജിനുള്ള നെറ്റുകളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന നമ്മൾ തീറ്റകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ചെമ്മീൻ പൊടി കേട്ടോ. പിന്നെ ഉള്ളത് ഇതാ ആർട്ടിമിയ ഫ്ലേക്സ് ആണ്. പിന്നെ ഇത് മെഡിസിനാണ്, മെത്തലിൻ ബ്ലൂ. മീനിനെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇതാണ് മെത്തലിൻ ബ്ലൂ. പിന്നെ നമ്മൾ ആർട്ടിമിയ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഗപ്പി വാഗൺ എന്നാണ് ആർട്ടിമിയ വാങ്ങിയിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് ഹാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എയറേഷൻ പമ്പൊന്നും എത്തിയില്ല, മൊത്തം നമ്മൾ സെറ്റാക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗം മൊത്തമായിട്ട് മീനാക്കാനുള്ളൊരു പരിപാടിയാണ് പുറത്തേക്കായിട്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഇതാ ഇൻഫോസോറിയ. നമ്മൾ ഇൻഫോസോറിയാണ് പിന്നെ നമ്മൾ കൊടുക്കലില്ല കേട്ടോ. കാരണം ഇൻഫോസോറി ഇപ്പോൾ നമ്മൾ ചെറിയ ബേബീസിന് മാത്രം കൊടുക്കലുള്ളൂ. കാരണം ഇവർക്കൊന്നും കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് കിട്ടൂല എന്നുള്ള കാര്യം അറിയാം. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡുകൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മുടെ അടുത്ത റൂമിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു റൂമിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കണ്ട ഗ്ലാസ്സുകൾ ഇരിക്കുന്നുണ്ട്. ഈ ഗ്ലാസ്സുകളൊക്കെ നമ്മൾ അക്വേറിയത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചാട്ടോ. ഇതൊക്കെ ഇനി നമുക്ക് ഒട്ടിക്കാനും ഇതിനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒട്ടിക്കാനും തിരിയൊന്നുമില്ല, കാരണം നമ്മുടെ അടുത്ത് ഫണ്ട് ഒന്നുമില്ല. ഫണ്ട് വരുമ്പോൾ നമ്മൾ മൊത്തം ചെയ്യുന്നുണ്ടാവും. പിന്നെ കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, ഞാനാണ് കട്ട് ചെയ്താണ്. അപ്പോൾ ഫുള്ള് കറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ ഈ ഒരു റൂമൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ ആയാലും മീനിനെ വളർത്താൻ സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് തന്നെ ഞാൻ മീനിനെ ഫുള്ള് ഒഴിവാക്കാൻ സാധ്യത ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂമിൻ്റെ പണിപ്പെടുത്ത് എങ്ങാനും കഴിയും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ കെടുക്കേണ്ടതാണ്. ഇതിപ്പോൾ എൻ്റെ റൂമാണ്, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചെടുത്ത റൂം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ കെടുക്കേണ്ടി വരിക. അപ്പോൾ മീനൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല. നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു അക്വേറിയൊക്കെ ഇതിനുള്ളിൽ സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഈ ഒരു മീനാണ് നമ്മൾ ഫുള്ള് പുറത്തോട്ട് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ ഷീറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ട് നമുക്ക് ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ട്. മറ്റേത് മഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മീനുകൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഫംഗസ് എന്നൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ മരിച്ചു പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ പുതിയ മീനുകളാക്കണം എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ടാങ്കൊക്കെ ലീക്ക് കൊണ്ടിട്ടോ നമ്മളവിടെ ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ അടുത്ത് സിമെൻറ്റ് എന്നൊക്കെ എടുക്കാൻ ഇപ്പോൾ പ്രയാസമുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ വീട് പണിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഫണ്ടിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മൾ ഫണ്ടില്ലെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫണ്ട് ഇറക്കി കളിക്കുന്നുണ്ട്. അവിടുന്ന് ഇവിടുന്ന് റോൾ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മീനാളെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നമുക്ക് ടാങ്ക്സ് ഇറക്കേണ്ടതുണ്ട്. നമുക്ക് ഇങ്ങനത്തെ ബോക്സുകൾ കിട്ടുകയാണെങ്കിൽ അത് ഇറക്കണം.
പിന്നെ ഫ്രിഡ്ജ് ബോക്സുകൾ ഒരു 10-15 എങ്ങനെയാണ് ഇറക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് മീനുകളെ ഇറക്കാൻ പോവാണ്. പിന്നെ നമ്മുടെ ഏഞ്ചൽ ഫിഷസിനെ നമ്മൾ ബൾക്കായിട്ട് നമ്മൾ ചെയ്യാൻ പോകട്ടോ. നമ്മൾ ബ്രീഡ് ചെയ്യാൻ പോകണം, ബൾക്കായിട്ട് ബ്രീഡ് ചെയ്യാൻ പോകണം. അപ്പോൾ എഗ്ഗ് നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ഹാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഹാച്ച് ചെയ്തിട്ട് അവരെ നമുക്ക് ഹാച്ച് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബേബീസിനാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ബേസിൻസിലാക്കാം. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഫ്രിഡ്ജ് ബോക്സസിലാക്കാനാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സ് ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ ദാർപ്പായൊക്കെ കെട്ടിയിട്ട് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ബോക്സിൻ്റെ പുറത്തത് ഉള്ളിലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ടാവും, ഒരു ഫൈബർ പോലത്തെ മെറ്റീരിയൽ ഉണ്ടാവും. അത് ഫുള്ള് വെയിലുകൊണ്ടിട്ട് പൊട്ടിപ്പോയതാണ്. അപ്പോൾ അത് ഫുള്ള് ഒഴിവാക്കിയിട്ട് ഒരു ദാർപ്പായോണ്ട് വെച്ചിട്ട് നമ്മൾ സെറ്റാക്കി കൊടുത്തോട്ടോ. കാരണം നമ്മുടെ അടുത്ത് ഇപ്പോൾ വേറെ ഫ്രിഡ്ജ് ബോക്സസ് ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പറ്റുകയാണെങ്കിൽ അവിടെ 1, 2, 3, 4, 5 ഫ്രിഡ്ജ് ബോക്സ് വരെ ഇവിടെ കൂടുതൽ കേട്ടോ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഒരു 2-3 വെക്കാൻ പറ്റും. അപ്പോൾ ഒരു ഞാൻ പറഞ്ഞുതരാം, 5, 6, 7, 8 മൊത്തത്തിലൊരു 9 ഫ്രിഡ്ജ് ബോക്സ് വരെ ഇവിടെ പോകും. പിന്നെ ഇവിടെ ഒരു ടാങ്ക് കൂടി സെറ്റ് ചെയ്താൽ അതും ഓക്കെ. പിന്നെ വീട് പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടാങ്ക് ഇവിടെ നിന്ന് മേലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും കുറച്ച് ഫ്രിഡ്ജ് ബോക്സസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ നമുക്ക് ഏകദേശമൊക്കെ പൂർത്തിയാക്കി കിട്ടും. പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു പുതിയ ടാങ്ക് കൂടി സെറ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ റിട്ടൈൽ ക്യാറ്റ് ഫിഷൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ എല്ലാത്തിനും കൂടി നമുക്ക് കീപ്പ് ചെയ്യാൻ റിസ്ക് ആവും. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇപ്പോൾ അവിടുന്ന് ആ ഷാർക്കിനെ ഒഴിവാക്കുകയാണ്. അതിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് കുറച്ച് പ്ലാറ്റീസിനെയും മിക്സഡ് പീസിനെ കൂടുതലായിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചെറിയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. മീനുകളെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ, അതായത് പൈസ കുറവുള്ള ആൾക്കാർ കൊടുക്കാൻ ഇപ്പോൾ പറ്റിയത് മിക്സഡ് ഗപ്പീസ്, പ്ലാറ്റീസ്, അതുപോലെ തന്നെ മോളീസൊക്കെയാണ്. അതാണെങ്കിൽ നല്ല മീനുകളാണ്, അക്വരത്തിലിട്ട് നല്ല ലുക്കുള്ള ടൈപ്പ് മീനുകളാണ്. പിന്നെ കുറച്ച് മീനുകളൊക്കെ ഇപ്പോൾ നമുക്ക് പുറത്ത് ഞാൻ അടുത്ത് ടാങ്ക് ഉണ്ടാക്കണം എന്ന് പറയാൻ കാരണം നമ്മുടെ ബേബീസിനെ നമുക്ക് സൈസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ ടാങ്ക് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് സൈസായി കിട്ടുമെന്ന് നിങ്ങൾക്ക് മീൻ വളർത്തുന്ന എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ വെക്കാനാണ് കേട്ടോ നമ്മുടെ പ്ലാന്. അപ്പം നമ്മളിവിടെ നമ്മുടെ ലൈറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാത്രി ഇപ്പോൾ ഇങ്ങോട്ട് കയറുകയാണെങ്കിൽ നമുക്കിവിടെ ലൈറ്റൊക്കെ ഉണ്ട്, ലൈറ്റൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടിയിൽ നിന്ന് നമ്മൾ കണക്ഷൻ എടുത്തിട്ടുണ്ട്, അതിൽ വയറെന്തൊക്കെ ഉണ്ട് നമ്മൾ കിടക്കുന്നത്. കാരണം എങ്ങനെയായാലും ഇപ്പോൾ നമുക്ക് സബ്മേഴ്സിബിൾ പമ്പൊക്കെ വെക്കുകയാണെങ്കിൽ അതിനൊക്കെയുള്ള കണക്ഷൻ വേണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ സബ്മേഴ്സിബിൾ പമ്പ് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വലിയ ഒന്ന് തന്നെ നമ്മൾ വാങ്ങാൻ നോക്കുന്നുണ്ട്. നമുക്ക് എവിടുന്നെങ്കിലും വില കുറവിന് കിട്ടുമെന്നുള്ളതിലാണ് കേട്ടോ. കാരണം നമ്മളടുത്ത് ഫണ്ട് കുറവാണ്, അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് ചെയ്യണം. അപ്പോൾ സബ്മേഴ്സിബിൾ പമ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ ഏഞ്ചൽസിൻ്റെ ബേബീസിനെ നമുക്ക് മാറ്റി വിരിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ. മറ്റേത് റിസ്ക് ആണ്. പിന്നെ നമ്മുടെ ആർട്ടീമിയ വിരിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സബ്മേഴ്സിബിൾ പമ്പ് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ആർട്ടീമിയ വിരിപ്പിക്കാൻ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു സബ്മേഴ്സിബിൾ പമ്പ് 300-400 കിട്ടും. പക്ഷെ നമുക്ക് വേങ്ങുമ്പോൾ നല്ലൊരു സാധനം തന്നെ വലുത് നോക്കി വേങ്ങാന്നുള്ളത് ഉണ്ടാകട്ടെ നമ്മൾ ഒന്ന് വെയിറ്റ് ആക്കുന്നത്. മറ്റേത് പിന്നെ ഒന്ന് അവർ സൈസായി വെക്കണം, നമ്മുടെ ഏഞ്ചൽസൊക്കെ ഒന്ന് സൈസായി വരണം. ഏഞ്ചൽസൊക്കെ നമ്മൾ തന്നെത്താനെ ജോഡി തിരിഞ്ഞോട്ടെ എന്നുള്ളതുകൊണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ളത്. നമ്മൾ തന്നെ പിടിച്ചാണ് നമ്മൾ ജോഡി തിരിപ്പിക്കണില്ല. കാരണം അതിലേറെ നല്ലതാണ് അവർ തന്നെ ജോഡി ചെയ്യുന്നത്. അങ്ങനെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ബേബീസിന് തന്നെ ഇറക്കി കിട്ടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഏകദേശം 500ഓളം എഗ്സ് കിട്ടി. അതിൽ നിന്നൊരു 400-500 കൃത്യം പറയുകയാണെങ്കിൽ ഒരു 600-700 അത്രോളം എഗ്സ് ഉണ്ടാവും. പക്ഷെ അതിൽ ആകെ 500-450 എഗ്സൊക്കെ നമുക്ക് ഹാച്ചായി കിട്ടാറുള്ളൂ. അപ്പോൾ നല്ല ബ്രീഡ് ആണെങ്കിൽ നമുക്ക് കൃത്യം 500ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കൺഫേംഡ് ബാച്ചിനെ നമ്മൾ ഒഴിവാക്കില്ല കേട്ടോ. നമ്മൾ അതിനെ അതേമാതിരി നിർത്തും. പക്ഷേ ഒരു കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ അവരെ എഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒഴിവാക്കും. കാരണം പിന്നെ അവരെ ആ ഒരു ഇത് കഴിഞ്ഞല്ലോ, അവരെ ആ ഒരു ഇമ്മ്യൂണിറ്റിയൊക്കെ പോയി കിട്ടും. അപ്പോൾ പിന്നെ നമ്മളെ അടുത്ത് തന്നെ ഇറങ്ങി ബേബീസിനെ വെച്ചിട്ട് നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കലാവും കേട്ടോ. അതാണ് നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റിയതുള്ളത്. ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. സിംഗ് ഔട്ട്.